വിവിധ പരിപാടികളോടെ കോഴിക്കോട്ട് നടന്ന ദാസ വിചിന്തനം പരിപാടി സമാപിച്ചു. പ്രൊഫസർ എം.എൻ. കാരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യ, കലാ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ധ്യാനചിന്തകനും എഴുത്തുകാരനുമായ പി.എൻ. ദാസിന്റെ സ്മരണാർത്ഥം പി.എൻ. ദാസ് റിട്രീറ്റ് സെന്ററിൽ ദാസ് വിചിന്തനം പരിപാടി സംഘടിപ്പിച്ചു. എം.എൻ. കാരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ലോകം നന്നാക്കാൻ വേണ്ടത് അധികാരമല്ല, സ്നേഹമാണ് എന്ന് കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട ആളുടെ പേരാണ് ബുദ്ധൻ. വലിയ ബുദ്ധിമുട്ടാണ്. അധികാരം വളരെ എളുപ്പമാണ്, സ്നേഹം വളരെ പ്രയാസമാണ്. ഈ മൗനം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ആവിഷ്കാരം. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയും, സംസ്കൃതത്തിൽ അങ്ങനെ പറയും, ഗുരുവിന്റെ മൗനം കൊണ്ട് ശിഷ്യൻ സംശയം തീർന്നവനായി. അതെങ്ങനെ അതൊക്കെ മനസ്സിലാവും. ഇതിനെപ്പറ്റി അനേകം കഥകള് മാഷ പലതും എഴുതിയിട്ടുണ്ട്. കത്തുന്ന ബുദ്ധൻ പുസ്തകം, അത് ബുദ്ധൻ കത്തിയേരി, മനോഹരമായ പുസ്തകം. ഒന്ന് അദ്ദേഹത്തിന്റെ പ്രകൃതം പോലെ ഇംഗ്ലീഷിൽ പഴയൊരു ചൊല്ലാതെ സ്റ്റൈൽ ഈസ് ദ മാൻ. ശൈലി എന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെയാണ്. അതിന്റെ ലാളിത്യം, അതിന്റെ ശാന്തത, അതിന് അടിസ്ഥാനപരമായി എന്തുണ്ടെന്ന് ചോദിച്ചാൽ അത് അഹിംസയാണ്. ശാന്തി നികേതൻ ഡയറക്ടർ ഷാജുബായി അധ്യക്ഷനായിരുന്നു. നർഗീസ് ടീച്ചർ, ഡോക്ടർ ദീപേഷ് കരുമ്പുകര, പി ഹേമബാലൻ, കെ എഫ് ജോർജ്, ലത്തീഫ് പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സിത്താർ സംഗീത വിദ്വാൻ അഹമ്മദ് ഇബ്രാഹിം സിത്താർ വാദന കച്ചേരി നടത്തി. സംഗീത് ബാലചന്ദ്രൻ വരച്ച 18 ബുദ്ധ ഭാവചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള.